ഹലോ ഡെവലപ്പേഴ്സ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റിയാക്ട് JS എന്താണെന്നും അതിന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തല്ലേ. നമ്മൾ ഇന്നോട്ട് റിയാക്ട് JSന്റെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമുക്ക് റിയാക്ട് JSന്റെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യണ്ടേ. അതിന് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാവാസ്ക്രിപ്റ്റ്, HTML, CSS ഒക്കെ പഠിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ Node.js ഉം NPM ഉം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ സിസ്റ്റത്തിൽ Node.js ഇല്ലാന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ട്യൂട്ടോറിയലിൽ ഡീറ്റെയിൽ ആയിട്ട് Node.js ഉം NPM ഉം എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. കാരണം റിയാക്ട് JS റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Node.jsന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ്, നമുക്ക് ഏതെങ്കിലും ഒരു കോഡ് എഡിറ്റർ വേണം. ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. യൂസ് ചെയ്യുന്നതും VS കോഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന നേറ്റീവ് ആയിട്ടുള്ള ഏത് കോഡ് എഡിറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് എൻ്റെ പ്രോജക്റ്റ് ഫോൾഡറിൽ, അതായത് എനിക്ക് എവിടെയാണോ Node.jsന്റെ വർക്ക് സ്പേസ് ഉള്ളത്, വർക്ക് സ്പേസ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അവിടെ ഒരു റിയാക്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. VS കോഡിൽ അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഡിസൈഡ് ലൊക്കേഷനിൽ, ഇപ്പോൾ ഡെസ്ക്ടോപ്പോ ഡോക്യുമെന്റ്സ് എവിടെയാണോ നിങ്ങൾക്ക് റിയാക്ട് JSന്റെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അവിടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിമിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ റിയാക്ട് എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാണ്. ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡീഫാൾട്ട് ആയിട്ട് എൻ്റെ ഡയറക്ടറി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. റിയാക്ടിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ പോവുക. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് രണ്ട് വിധത്തിൽ റിയാക്ട് JS നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യാം NPM യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ NPX യൂസ് ചെയ്തിട്ടും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് NPX യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ കമാൻഡ് എന്താണെന്ന് വെച്ചാൽ NPX സ്പേസ് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് സ്പേസ് നമ്മുടെ പ്രൊജക്ടിന്റെ നെയിം എന്താണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കമാൻഡ് കോപ്പി ചെയ്തിട്ട് വന്നിട്ട് VS കോഡിന്റെ ടെർമിനലിൽ പേസ്റ്റ് ചെയ്യുക. സ്പേസ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഇട്ടിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റിയാക്ട് JSന്റെ പ്രൊജക്ട് നെയിം ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് റിയാക്ട് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള നെയിമാണ് സെറ്റ് ചെയ്യുന്നത്. എൻ്റർ അടിക്കുക. നമ്മുടെ റിയാക്ട് പ്രൊജക്ടിന്റെ ക്രിയേഷൻ സ്റ്റെപ്പ് താഴെ കാണാൻ പറ്റും. ക്രിയേറ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് ടൈം എടുക്കും. നമ്മുടെ ഈ കമാൻഡിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് റിയാക്ട് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റിയാക്ട് JSന്റെ എൻ്റെ പ്രൊജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇനി ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടിന്റെ ഫോൾഡറിലേക്ക് എൻ്റർ ചെയ്യാം. CD സ്പേസ് നമ്മുടെ പ്രൊജക്ടിന്റെ നെയിം റിയാക്ട് സ്റ്റഡി എന്നല്ലേ, റിയാക്ട് സ്റ്റഡി കൊടുക്കുക. നെക്സ്റ്റ് npm സ്റ്റാർട്ട്, ഈ കമാൻഡ് റൺ ചെയ്യാം. ഈ കമാൻഡ് നമ്മുടെ ബൈ ഡിഫാൾട്ട് ആയിട്ട് നമ്മുടെ ബ്രൗസറിലേക്ക് റീഡയറക്ട് ചെയ്യും വിത്ത് 3000 പോർട്ട് നമ്പറും ലോക്കൽ ഹോസ്റ്റ് 3000 പോർട്ട് നമ്പർ വെച്ചിട്ട് ഇവിടെയാണ് ഡിഫാൾട്ട് ആയിട്ട് നമ്മുടെ റിയാക്ട് JSന്റെ പ്രൊജക്ട് റൺ ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ എഡിറ്റ് സോഴ്സ് app.js ആൻഡ് സേവ് ടു റീലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് അല്ലേ. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ സോഴ്സ് ഫോൾഡർ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താലോ. സോഴ്സ് ഫോൾഡറിൽ app.js എടുക്കുക. app.jsൽ അവിടെ കൊടുത്തിരിക്കുന്ന കമാൻഡിനെ ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു ലൈൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. എഗെയിൻ വന്നിട്ട് റിയാക്ട് JS നമ്മുടെ ആപ്പ് റൺ ചെയ്ത് നോക്കുക. ഇവിടെ കണ്ടില്ലേ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് റൺ ആവാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു റിയാക്ട് JSന്റെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്നത്. ഈ പ്രോജക്ട് സ്ട്രക്ചറും പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കോഡ് എങ്ങനെയാ റൺ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.